ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നൊരു ഡേ ഇൻ മൈ ലൈഫാണ് കേട്ടോ. നമുക്ക് മഴയായിട്ട് പാലക്കാട് ജില്ലയ്ക്ക് ഒരു ദിവസം അവധി കിട്ടിയില്ലേ, അപ്പോൾ അന്നത്തെ വീഡിയോ ആണ്. ഞാൻ രാവിലെ എണീറ്റ് നോക്കുമ്പോൾ മഴയൊക്കെ പെയ്തിട്ട് നല്ല ഭംഗിയുണ്ടായിരുന്നു കേട്ടോ. ഫ്രണ്ടൊക്കെ കാണാം, വീടിൻ്റെ ഫ്രണ്ട് കാണാൻ വേണ്ടിയിട്ട്. അപ്പം ഞാൻ വേഗം അടിക്കലും തുടക്കലൊക്കെ കഴിഞ്ഞിട്ട് പോയി കുളിച്ചിട്ടൊന്ന് കുറച്ച് വൈകിട്ടാണ് എണീറ്റത്. ഒരു 5:30 എണീറ്റ് വന്നപ്പോൾ പിന്നെ കുളിയൊക്കെ കഴിഞ്ഞിട്ട് വേഗം വിളക്ക് വയ്ക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇന്ന് ലീവായതുകൊണ്ട് മഴ ഇല്ലാച്ചെങ്കിൽ ഞാൻ എൻ്റെ വീട്ടിലേക്ക് ഒന്ന് പോകാമെന്ന് വിചാരിച്ചിരിക്കുകയായിരുന്നു. കുറേ ദിവസമായിട്ട് ഓണത്തിന് പോയിട്ട് വന്നതാണ്. അപ്പോൾ കുട്ടികൾക്കൊക്കെ ലീവ് ഉള്ളപ്പോഴല്ലേ പോകാൻ പറ്റുള്ളൂ എന്ന് വിചാരിച്ചിട്ട് അപ്പം ഞാനിതാ വിളക്ക് വയ്ക്കലൊക്കെ കഴിഞ്ഞിട്ട് വേഗം ചന്ദനമൊക്കെ അരച്ചിട്ടു. പിന്നെ കുങ്കുമൊക്കെ ഇട്ട് ഞാൻ വേഗം അമ്പലത്തേക്ക് തൊഴുകാൻ വേണ്ടി പോകും. നാളെ തറവാട്ട് അമ്പലത്തേക്കാണ് കേട്ടോ തൊഴുകാൻ വേണ്ടി പോകുന്നത്. രണ്ട് വീടിൻ്റെയും നടുവിലായിട്ടാണ്, ഞങ്ങൾ 2 വീട്ടിലേക്കുമാറുള്ള ഒരു അമ്പലമാണ് കേട്ടോ. ഞാൻ ഈ ഒരു വഴി കൂടെയാണ് പോവുക. അപ്പോൾ ഞാൻ വേഗം പോയി തൊഴുകൽ കഴിഞ്ഞ് വന്നിട്ടും കൂടെ ഒരു മിനിറ്റ് എനിക്കാണെന്ന് വെച്ചെങ്കിൽ ഞാൻ വീട്ടിലേക്ക് പോകുക എന്ന് പറഞ്ഞാൽ പിന്നെ അവരൊക്കെ എണീക്കായിട്ട് ഇങ്ങനെ ദേഷ്യം വരുമായിരുന്നു കേട്ടോ. പിന്നെ ഞാൻ ചായ വെച്ചു. പോണ വഴിക്ക് നമുക്ക് പുറത്തുനിന്ന് കഴിക്കാമല്ലോ എന്ന് വിചാരിച്ചു. ഞങ്ങൾ എപ്പോഴും പുറത്തുനിന്ന് കഴിക്കാറില്ല കേട്ടോ. അപ്പോൾ അങ്ങനെ കഴിക്കാമല്ലോ എന്നൊക്കെ ആദ്യം വിചാരിച്ചു. പിന്നെ അതാ കുട്ടികളൊക്കെ എണീക്കാൻ നല്ല പോലെ വൈകിയിട്ടുണ്ട്. ഞാൻ പോവുകയെന്ന് പറഞ്ഞപ്പോൾ പിന്നെ കുട്ടികൾ വേദനിച്ചിട്ട് ഏട്ടനൊക്കെ എണീറ്റ് കുളിച്ചൊക്കെ റെഡിയാവാൻ കുറേ സമയം എടുത്തു. അപ്പോൾ ഞാൻ പിന്നെ ചുക്കുവെള്ളമാണ് കേട്ടോ ചൂടാക്കി വയ്ക്കുന്നത്. പിന്നെ നൂൽപുട്ട് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ട് മോനെ വിട്ടിട്ട് ഒരു പാക്കറ്റ് നൂൽപുട്ടിൻ്റെ പൊടി വാങ്ങിക്കൊണ്ടിരിച്ചു കേട്ടോ. പിന്നെ എളുപ്പപ്പണിക്ക് ഞാൻ കടലൊന്നും വെള്ളത്തിലിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഞാൻ ചട്ടണിയാണ് അരയ്ക്കുന്നത്. ആദ്യം ചായ ഒരു ഗ്ലാസ് എടുത്ത് കുടിച്ചു. പിന്നെ അതാ ചട്ടണി അരയ്ക്കാനുള്ള പരിപാടിയാണ് കേട്ടോ നോക്കുന്നത്. പച്ചമുളകും പൊട്ടുകടലയും ഇഞ്ചിയൊക്കെ ഇട്ടിട്ടാണ് കേട്ടോ ചട്ടണി അരയ്ക്കുന്നത്. അപ്പം അങ്ങനെ ചട്ടണിക്കുള്ളതൊക്കെ ഇട്ട് കുറച്ച് വെള്ളമൊക്കെ ഒഴിച്ചിട്ട് അങ്ങനെ അത് അരച്ചെടുത്തു. പിന്നെ അതാ നൂൽപുട്ട് കുറച്ച് പൊടി എടുത്തിട്ടുണ്ട്. പിന്നെ ചുടുവെള്ളത്തിൽ ഉപ്പിട്ടിട്ട് കുറച്ച് വെളിച്ചെണ്ണയും കൂടി ഒഴിച്ചിട്ടാണ് കേട്ടോ മാവ് കുഴച്ചെടുക്കുന്നത്. ഏറ്റവും എളുപ്പത്തിൽ ഉണ്ടാക്കാൻ വയ്ക്കുന്നത് നൂൽപുട്ടാണ്. അപ്പോൾ ഞാൻ നൂൽപുട്ട് തന്നെ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ടുണ്ട്. വേഗം ആവുമല്ലോ എന്ന് വിചാരിച്ചു. വീട്ടിലേക്ക് പോകാറുണ്ടെങ്കിൽ വേഗം പണിയൊരുക്കുകയാണ് കേട്ടോ ഞാൻ. അപ്പം ഞാൻ നൂൽപുട്ടിൻ്റെ പാത്രം എടുത്ത് വേഗം പീച്ചാൻ വേണ്ടി നോക്കിയതാണ് കേട്ടോ. അപ്പം നോക്കുമ്പോൾ അതാ നല്ല ടൈറ്റ്. ഇതുവരെ ഞാൻ നൂൽപുട്ട് ഉണ്ടാക്കി ഇങ്ങനെ ടൈറ്റ് ആയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. കൈയൊക്കെ അങ്ങോട്ട് വേദന തുടങ്ങിയിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാൻ കുറച്ച് വെള്ളം കൂടി ഇതാക്കിയിട്ട് കുഴച്ചുകൊണ്ടിരിക്കുമ്പോൾ എൻ്റെ ഇളയിച്ച് വന്നത് ഇനി ഒരുങ്ങിയില്ലേ പറഞ്ഞിട്ട്. അപ്പോൾ തറവാട്ടത്തെ 2 ആളും പിന്നെ ഇവിടുത്തെ 2 ആളും അങ്ങനെ ഞങ്ങൾ 4 കുട്ടികളെയും പോയിട്ട് ഞാനും ഏട്ടനും കേട്ടോ പോണത്. ഞാൻ ഡ്രസ്സൊക്കെ മാറ്റിയിട്ട് പിന്നെ അവിടെയൊക്കെ ഒന്ന് അടിച്ചു വാരി ഉറുമ്പിൻ്റെ നല്ല ശല്യം ഉണ്ടാകും കൊണ്ട് മൊത്തം വൃത്തിയാക്കിയിട്ട് പോയിട്ടില്ലെങ്കിൽ എനിക്ക് സമാധാനം ഉണ്ടാവില്ല. ഞാൻ കുറച്ച് പാത്രം കഴുകാണ്ടതൊക്കെ കഴുകി ഇനി മുടിയൊന്ന് കെട്ടും കൂടി വേണം കേട്ടോ. അപ്പോൾ വാതിലൊക്കെ അടച്ച് ജനലൊക്കെ അടച്ച് സെറ്റാക്കിയിട്ട് വാഷ് ബേസിലുള്ളതും കൂടി കഴുകി കളഞ്ഞിട്ടോ, അല്ലെങ്കിൽ അതിലും കൂടി ഉറുമ്പ് വരും. എന്താ മുടി കെട്ടാൻ വേണ്ടി പോവുകയാണ് കേട്ടോ. അപ്പോഴേക്കും അച്ഛനും അമ്മയൊക്കെ റെഡിയായി വന്നിട്ടുണ്ടായിരുന്നു. ഞാൻ മുടി മൊത്തം പിടിച്ചിട്ട് പോനിറ്റയിൽ കെട്ടില്ലേ, അതുപോലെ ഒന്നാണ് കെട്ടി വയ്ക്കുകയാണ് ചെയ്തത്. എനിക്ക് ഏറ്റവും ഇഷ്ടം അങ്ങനെ കെട്ടി വയ്ക്കുന്നതാണ്. അപ്പോൾ അങ്ങനെ നനഞ്ഞ മുടിയായിരുന്നു കേട്ടോ. പിന്നെ ഞാൻ അങ്ങനെ കെട്ടി വെച്ചു. അച്ഛനും അമ്മയും ഒക്കെ റെഡിയായി വന്നിട്ടുണ്ടായിരുന്നു. അപ്പോഴേക്കും ഏട്ടൻ പിന്നെ വണ്ടി തിരിക്കാൻ വേണ്ടി നിന്നു കേട്ടോ. അപ്പോൾ എല്ലാവരും ഇവിടെ നിൽക്കുകയാണ്, പോവാൻ റെഡി ആയിട്ട് നിൽക്കുക. അപ്പോൾ വെറുതെ ഒന്ന് പോയിട്ട് വൈകുന്നേരത്തേക്ക് വരാമെന്ന് വിചാരിച്ചിട്ടാണ്. അപ്പോൾ ഞങ്ങളങ്ങനെ വണ്ടി കയറി അവിടേക്ക് എത്തിയപ്പോഴേക്കും കുട്ടികളൊക്കെ റെഡിയായി നിൽക്കുന്നുണ്ട് ഞങ്ങളെ കാണാൻ വേണ്ടിയിട്ട്. കുട്ടികൾക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഏട്ടൻ്റെ കുട്ടികളാണ് കേട്ടോ. അവർക്ക് ഇവർ വന്നാൽ ഭയങ്കര ഇഷ്ടമാണ്. അമ്മൂനെയൊക്കെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ കുട്ടികൾക്ക്. അപ്പോൾ അങ്ങനെ അവരൊപ്പം കളിക്കുമായിരുന്നു. പിന്നെ ഞാൻ വേഗം പോയിട്ട് കുറച്ച് ചായയൊക്കെ കുടിച്ച് കുറച്ച് നേരം അവിടെ ഇരുന്ന് പറഞ്ഞിട്ട് പിന്നെ ഞാനും ഏട്ടനും കൂടി മണ്ണാർക്കാട്ടേക്ക് ഒന്ന് പോയിട്ടോ. പോയി വന്നിട്ടാണ് ഇവരൊക്കെ ഇരുന്നിട്ട് ഇങ്ങനെ ഓരോ വിശേഷങ്ങളൊക്കെ പറഞ്ഞ് കുറച്ച് നേരമൊക്കെ അങ്ങനെ ഇരുന്നു. പിന്നെ ചോറുണ്ണാൻ വേണ്ടി ഇരുന്നു കേട്ടോ. നമുക്ക് നെയ്ച്ചോറും പിന്നെ സോയാബീനും ഒക്കെ ഉണ്ടായിരുന്നത് അവനും വന്നിരിക്കുന്നുണ്ടല്ലോ. പിന്നെ ഞങ്ങളും കഴിക്കാൻ വേണ്ടി ഇരുന്നു കേട്ടോ. കഴിക്കൽ കഴിഞ്ഞപ്പോൾ ഏട്ടനൊക്കെ എന്നാൽ കടന്നുറങ്ങിയപ്പോൾ ഞങ്ങൾ അമ്മായിയുടെ മകളുടെ വീടുണ്ട് കേട്ടോ ഇവിടെ അടുത്ത് തന്നെ. അപ്പോൾ അവിടേക്ക് പോകാൻ വേണ്ടി നിൽക്കുകയാണ്. ഇവർ പാടത്ത് കൂടെ ഓടുക, വഴിയൊന്നും അറിയില്ല അമ്മൂന്, എന്നാലും അവൾ മുന്നിൽ ഓടുക കേട്ടോ. പിന്നെ അവരെ വീടിൻ്റെ അവിടേക്ക് എത്തിയപ്പോൾ അവരെ കണ്ടപ്പോൾ അവർ അവിടെ നിന്ന് തിരിച്ചിങ്ങ് തന്നെ ഓടി വരിക. അവർ ഇപ്പം മതിൽ പണിയൊക്കെ കഴിഞ്ഞിട്ട് കുറേ ചെടികൾ നട്ടിട്ടുണ്ട് കേട്ടോ. ഞാൻ പോയി തന്നെ കുറേ ചെടികളുണ്ടെന്ന് പറഞ്ഞിട്ടാണ്. അപ്പം ഞാനതിന് കുറച്ച് 8 മണിയൊക്കെ പൊട്ടിച്ചും കൊണ്ട് പോന്നു. പിന്നെ തിരിച്ച് വന്നിട്ട് കുറച്ച് ചായയൊക്കെ വെച്ച് കുടിച്ച് ഞങ്ങൾ ഇറങ്ങാൻ വേണ്ടി നിന്നപ്പോഴേക്കും നല്ല മഴ വരുന്നു കേട്ടോ. അട്ടപ്പാടി മലയാണ് അവിടെ കാണുന്നത്. അപ്പോൾ ഇത്ര നേരം മഴയുണ്ടായിരുന്നില്ല. ഞങ്ങൾ ഇറങ്ങിയതും പിന്നെ നല്ല മഴ കിട്ടും. മഴയാണെച്ചെങ്കിലും ഞങ്ങൾ മണ്ണാർക്കാട് ചീരക്കുഴി ഉണ്ട്, അവിടെ ഗാർഡനാണ് കേട്ടോ. അപ്പോൾ അതിൽ പോയിട്ട് കുറച്ച് മരത്തൈകൾ വാങ്ങാൻ വേണ്ടിയിട്ടാണ് പോയത്. ഇറങ്ങിയപ്പോൾ തന്നെ ഏട്ടൻ പറഞ്ഞു പൂച്ചെടികളൊന്നും വാങ്ങരുതേന്ന്. പക്ഷേ ഞാൻ നല്ല അനുസരണമുള്ള കുട്ടിയായതുകൊണ്ട് കുറച്ച് റോസ് കൊമ്പ് മാത്രമേ വാങ്ങിയിട്ടുള്ളൂ. പിന്നെ അതൊക്കെ വാങ്ങി വണ്ടിയിലും ആക്കിയിട്ട് ഞങ്ങൾ തിരിച്ചു പോന്നു. വീട്ടിൽ വന്ന് ഇറങ്ങിയപ്പോഴേക്കും AC പിന്നെ മഴയൊക്കെ പാടിയിട്ട് കുട്ടികളൊക്കെ വയ്യാതെ ആയിട്ടോ. പിന്നെ എപ്പോഴും വീട്ടിൽ പോയി വരുമ്പോൾ എന്തെങ്കിലുമൊക്കെ ആയിട്ടുണ്ടാവില്ല. അപ്പോൾ അങ്ങനെ ഡിക്കിന്ന് സാധനങ്ങളൊക്കെ